ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ് ഫ്രണ്ട് എന്നുള്ളത് മാറിയിട്ട് അവിടെ ഫോളോ ബട്ടൺ നിങ്ങൾക്ക് വരികയും ചെയ്യും. നിങ്ങളുടെ 5000 ഫ്രണ്ട്സ് എന്നുള്ളത് മാറിയിട്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഫോളോവേഴ്സ് ആക്കി മാറ്റാനും കഴിയും. അപ്പോൾ എങ്ങനെ നമുക്ക് ഫോളോ ബട്ടൺ കൊണ്ടുവരാം? ഫേസ്ബുക്കിൽ നിന്ന് ഏതൊരു സാധാരണക്കാരനും പണം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്തു വരികയാണ്. അപ്പോൾ ഇതിൽ പല ആളുകളും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെ പൈസ കിട്ടും? എന്തൊക്കെ കാണിക്കും? നല്ല തെറിയും പറയുന്നുണ്ട് കേട്ടോ ചില ആളുകൾ. അത് നമുക്കൊരു ദിവസത്തേക്ക് മാറ്റി നിർത്താം. നെഗറ്റീവ് കമൻറ്റുകൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് കമൻറ്റുകളാണ്. അതാണ് സാധാരണക്കാരന് ആവശ്യം. നമ്മുടെ ഉദ്ദേശവും അതാണല്ലോ. ആളുകൾക്ക് എല്ലാവർക്കും പൈസ കിട്ടണമെന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ പറയാൻ പോണത് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആക്കി കഴിഞ്ഞ ആളുകൾ, അതായത് ഒരു പ്രൊഫൈലാണ് നമ്മളെല്ലാവരും തുടങ്ങുകയുള്ളൂ. ഈ പ്രൊഫൈൽ തുടങ്ങിയിട്ട് അത് പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് മാറ്റിയാലും അവിടെ നമുക്കൊരു 5000 ഫ്രണ്ട്സിന് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് ഫോളോ എന്നുള്ള ബട്ടൺ വന്നാലേ നമുക്ക് കൂടുതൽ ആളുകളെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ നമുക്ക് ഫോളോ ബട്ടൺ കൊണ്ടുവരാം, നമ്മളുടെ പ്രൊഫൈലിൽ എങ്ങനെ ഫോളോ ബട്ടൺ കൊണ്ടുവരാം എന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോണത്. എന്നാലേ നമുക്ക് കൂടുതൽ ആളുകളെ ഫ്രണ്ട്സ് റിക്വസ്റ്റ് തരാതെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാൻ അനുവദിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ആദ്യം പറയാം. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് ഐഫോണിലെ ഫേസ്ബുക്കാണ്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മളെ പ്രൊഫൈൽ ഐക്കൺ കാണാം. വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ് എന്നൊന്നും കാണാം. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഹോം ബട്ടൺ, വീഡിയോ, അതുപോലെ മാർക്കറ്റ് പ്ലേസ്, അനലിറ്റിക്സ്, നമ്മുടെ ഡാഷ്ബോർഡ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ, പിന്നെ നമ്മുടെ പ്രൊഫൈലും കാണാം. ഐഫോണിൽ ഈ താഴെ കാണുന്ന ഈ പ്രൊഫൈലിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതേസമയം ആൻഡ്രോയിഡ് ഫോൺ വലതുവശത്ത് കാണുന്നത് ആൻഡ്രോയിഡ് ഫോണാണ്. ഈ ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഹോം പേജ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരു വിഷയമുള്ളത്, ചിലപ്പോൾ നമ്മൾ ഈ ഹോം എന്നുള്ള ആ ഒരു വീടിൻ്റെ ഒരു ഐക്കൺ കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തു വരുമ്പോൾ നമുക്ക് മിക്കവാറും ഈ ഹോം പേജിൻ്റെ ഹോമിൻ്റെ തൊട്ട് മുകളിൽ കാണുന്ന 3 ലൈൻ ചിലപ്പോൾ വർക്കാവില്ല. ഈ ഹോം എന്നുള്ള ഐക്കണിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഒരു വീഡിയോയുടെ ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വീഡിയോയുടെ ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഹോം എന്നുള്ള ഐക്കണിൻ്റെ തൊട്ട് താഴെയായിട്ട് 3 ലൈൻ കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് 3 ലൈൻ കാണാം. ഈ 3 ലൈനിൽ ആൻഡ്രോയിഡ് ഫോണുകാർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഇൻ്റർഫേസാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു ഭാഗം കണ്ടില്ലേ, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. അതിൻ്റെ തൊട്ട് താഴെ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി. ഈ സെറ്റിങ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ആ ഭാഗത്ത് ആ ലെറ്റർ മേലെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഒരു സെറ്റിങ്സ് എന്ന് കാണുന്നില്ലേ, ഈ സെറ്റിങ്സിലാണ് നിങ്ങൾ ഇനി ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രൊഫഷണൽ മോഡ്, അതിൻ്റെ തൊട്ട് താഴെ അങ്ങനെ എഴുതിയേക്കണ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു എന്ന്, ആ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഹൗ പീപ്പിൾ ക്യാൻ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു എന്ന് കാണുന്ന ഭാഗത്തിന് തൊട്ട് താഴെ യുവർ ഫ്രണ്ട്സ് ഹു ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ലെറ്ററിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ബോക്സ് അപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് എവരി വൺ, അതിൻ്റെ തൊട്ട് താഴെ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. എവരി വൺ അപ്പോഴത്തേക്കും മാറ്റണം. ഡിഫോൾട്ടായിട്ട് ചിലപ്പോൾ എവരി വൺ ആയിരിക്കും കിടക്കുന്നത്. അത് മാറ്റി ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണുന്ന നീല ബട്ടണിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ഇത്രയും സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചെയ്തതിൻ്റെയൊക്കെ കുറച്ച് താഴെയായിട്ട് ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടൻറ് എന്ന് കാണും. ഈ ഫോളോവേഴ്സ് ആൻഡ് പബ്ലിക് കണ്ടൻറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് വരും. ഹു ക്യാൻ ഫോളോ മീ. അപ്പോൾ ഹു ക്യാൻ ഫോളോ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ ആരാ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ പബ്ലിക്കായിട്ട് കൊടുക്കുക. അവിടെ പബ്ലിക് എന്ന് കൊടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പബ്ലിക് വരും. പബ്ലിക്കിൽ നമ്മൾ സേവ് ചെയ്യുക. അതുപോലെ തന്നെ ഹു ക്യാൻ സീ യുവർ ഫോളോവേഴ്സ് ഓൺ യുവർ പ്രൊഫൈലിൽ. അപ്പോൾ നമ്മളുടെ പ്രൊഫൈലിലെ ഫോളോവേഴ്സിനെ കാണാൻ
മറ്റുള്ളവരെ അനുവദിക്കണോ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഫോളോവേഴ്സിനെ ഞാൻ തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് കൊടുത്തത്. ബാക്കി കാണുന്നതെല്ലാം പബ്ലിക്കായിട്ടാണ് കൊടുത്തത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റും, ഇതിൻ്റെ തൊട്ട് താഴെ പോസ്റ്റ്സ് എന്ന് കാണാൻ പറ്റും. ഈ പോസ്റ്റുകൾ, നമ്മളിടുന്ന പോസ്റ്റുകൾ തൊട്ട് വലതുവശത്തേക്കൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഈ പോസ്റ്റുകളെല്ലാം ഹു ക്യാൻ സീ യുവർ ഫ്യൂച്ചേഴ്സ് പോസ്റ്റ്. അപ്പോൾ നമ്മളുടെ ഈ ഫ്യൂച്ചർ പോസ്റ്റുകൾ ആരാണ് കാണേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ പബ്ലിക് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ അത് ഓൾവേസ് ഷെയർ പോസ്റ്റ്സ് ടു സ്റ്റോറി. അപ്പോൾ നമ്മളുടെ സ്റ്റോറിയിലേക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും സ്റ്റോറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഷെയർ ചെയ്യുന്ന ഒന്നാണ്. അത് നമുക്ക് സ്റ്റോറിയും നമുക്ക് പൈസ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അങ്ങനെ അത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ലിമിറ്റ് ഹു ക്യാൻ സീ പാസ്റ്റ് പോസ്റ്റ് എന്ന് കാണും. അതായത് നമ്മൾ ഇപ്പോൾ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കി ഇതെല്ലാം പബ്ലിക് ആക്കുന്നതിന് മുമ്പത്തെ നമ്മുടെ പോസ്റ്റുകളില്ലേ, പഴയകാല പോസ്റ്റുകൾ, അത് നമുക്ക് ഫ്രണ്ട്സ് മാത്രമാക്കി മാറ്റാവുന്ന ഒരു ഓപ്ഷനാണ് ആ കാണുന്നത്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രണ്ട്സ് മാത്രം വേണമെങ്കിൽ ആക്കാം. അങ്ങനെ ഒരു ഓപ്ഷൻ അതിൽ കിടപ്പുണ്ട്, ലിമിറ്റ് പാസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളവർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പഴയകാല പോസ്റ്റുകൾ പബ്ലിക്കാക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത്രയും സെറ്റിങ്സുകൾ നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫോളോ ബട്ടൺ നമുക്ക് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കാണുന്ന ഒരു പ്രൊഫൈല് എൻ്റെ ഈ സെറ്റിങ്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഭാഗമാണ് ഇടതുഭാഗത്ത് കാണുന്നത്. അതിൽ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ആഡ് ഫ്രണ്ട്സ്. വേറൊരാൾ നമ്മളുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ കാണുന്നത് ആഡ് ഫ്രണ്ട്സ് എന്നാണ്, ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സ് ചെയ്യുന്നതിന് മുൻപ്. അപ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 5000 ഫോളോവേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം വലതുവശത്ത് ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള സെറ്റിങ്സിൽ ഫോളോ എന്ന് കാണിക്കുന്നില്ലേ, ഈ ഫോളോ ബട്ടൺ വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ചേർത്ത് വെക്കാൻ പറ്റും. ഈ ഒരു പ്രശ്നം പറഞ്ഞ് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, നിരവധി പേരാണ്. ഇന്നിപ്പോൾ ഉച്ചക്ക് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ എന്നെ ഹാരിസ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്ന ഒരു പ്രശ്നമാണത്. ഇത് നിങ്ങൾക്ക് വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് സമയമെടുത്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കഴിയുന്നത്ര ആളുകൾ ഇത് കാണുക, കണ്ട് നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കുക. ഇതേപോലെയുള്ള പ്രശ്നമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. മാത്രമല്ല, ഇനി നിങ്ങൾക്ക് തന്നെ ആഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആഡ് ഫ്രണ്ട് എന്ന് പറയുന്നതും ഫോളോ എന്ന് പറയുന്നതും നിങ്ങളുടെ പ്രൊഫൈലിലായോ എന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ നോക്കാൻ കഴിയുന്ന ഒരു ഭാഗം നമ്മളുടെ ഫേസ്ബുക്കിലുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതിനായിട്ട് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ കാണൂലേ, ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വലതുവശത്ത് മുകൾ ഭാഗത്തായിട്ട് 3 ഡോട്ട്സ് നമുക്ക് കാണാൻ പറ്റും. ഈ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണുന്നത് ഇങ്ങനെയാണ്: എഡിറ്റ് ഹൈലൈറ്റ്സ്, പ്രൊഫൈൽ സ്റ്റാറ്റസ്. അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് വ്യൂ ആസ് കാണാൻ പറ്റും. ഈ വ്യൂ ആസിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വലതുവശത്ത് ഇപ്പോൾ കാണുന്ന ആ ഒരു പിക്ചർ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഫോളോ ബട്ടണുള്ള നമ്മളുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഈ ഫോളോ ബട്ടൺ ഉണ്ടാകുന്ന വ്യൂ ആസ് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നടപടികളുമായിട്ട് പോയാലും മതിയാകും. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ആളുകൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ വീഡിയോ കാണുന്നതിനും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനും ഒക്കെ വളരെ നന്ദി.